ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രവിക്കാം. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു: സിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. സിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ സിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ സിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുനാഥൻ തന്റെ പരസ്യ ജീവിതകാലം മുഴുവൻ തന്റെ കൂടെ കൊണ്ടു നടന്ന് താൻ ആരാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്ന് തൊട്ട് ഗാഗുൽത്തായിൽ കുരിശിന്റെ ചുവട്ടിൽ വരെ കൂടെ കൂട്ടി നിർത്തി തന്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും സാക്ഷികളും പങ്കുകാരുമാക്കി കൊണ്ടു നടന്ന ശിഷ്യന്മാര്, ആ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ്, നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവെന്ന് നാം അഭിമാനപൂർവ്വം പറയുന്ന തോമാസ് ശ്ലീഹ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്ന് അറിയപ്പെടുന്ന യാക്കോബും യോഹന്നാനും, ഗലീലയിൽ നിന്നുള്ള നഥാനിയേൽ, പിന്നെ പേരില്ലാത്ത 2 ശിഷ്യന്മാരും. സഹോദരങ്ങളെ, ഈ പേരില്ലാത്ത ശിഷ്യന്മാരുടെ ഗണത്തില് നമുക്ക് നമ്മളെയും ഉൾപ്പെടുത്താം. ലൂക്കായുടെ സുവിശേഷത്തില് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഒരു ശിഷ്യന് പേരില്ല, ഒരു ശിഷ്യന് പേരുണ്ട്. അപ്പോൾ ഈ കൂടെ പോയ
പേരില്ലാത്ത ശിഷ്യന്മാരായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് അനുമാനിക്കാം, ചിന്തിക്കാം. ഇങ്ങനെ ഈശോയുടെ കൂടെ നടന്ന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പത്രോസും, കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ വഴി അറിയുമെന്ന് ചോദിച്ചുകൊണ്ട് പിതാവിലേക്കുള്ള വഴി ഈശോയാണെന്ന് പറയിപ്പിച്ച തോമാസ് ലീഹായും, കൂടെ പേടിയോടെ ഭയപ്പാടോടെ ജെറുസലേമിലേക്ക് പോകുവാൻ മടിച്ച കൂട്ടുകാരെ നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ നമ്മുടെ തോമാസ് ലീഹായും, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ച് വചനത്തിൽ ഊന്നി ജീവിച്ച് നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ ഈശോയോട് നീ സത്യമായും ദൈവപുത്രനാണ്, മിശിഹായാണെന്ന് പറഞ്ഞ നഥാനിയേലും, ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന യോഹന്നാൻ സ്ലീഹായും ഒക്കെ ഈ അവസരത്തിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. ഇവര് തങ്ങളുടെ ജീവിതത്തില് ഈശോയിൽ നിന്നും പ്രതീക്ഷിച്ചത് വ്യത്യസ്തമായ എന്തൊക്കെയോ ആയിരുന്നിരിക്കണം. കാരണം ഈശോ താൻ ദൈവപുത്രനാണെന്നും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്, പിതാവ് കൃഷിക്കാരൻ, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ അതിന്റെ ശാഖകളുമാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്നുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് കൂടെ കൊണ്ട് നടന്നിട്ട് ഈ ശിഷ്യന്മാർക്ക് ഈശോയെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ചു നേരത്തേക്ക് തങ്ങളിൽ നിന്നും ഈശോ അകന്നു പോകുമ്പോൾ ഈശോയെ വിട്ടുപേക്ഷിക്കാൻ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം, ജെറുസലേം പ്രവേശന സമയത്ത് ഈ ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്ന ജനങ്ങളുമൊക്കെ ഈശോയിൽ നിന്നും അവർ വലിയ എന്തോ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അവരുടെ കാഴ്ചപ്പാടില് ജെറുസലേമിലേക്ക് വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ഈശോ പഴയ നിയമത്തില് സിംഹാസനത്തിലേക്ക് പോകുന്ന സിംഹാസനാരോഹണത്തിനായി പോകുന്ന സോളമനെ കുറിച്ചുള്ള ചിന്തകളാണ്. ദാവീദിന്റെ പുത്രനായ സോളമൻ പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനും ധീരനുമായ രാജാവ്. ആ ചക്രവർത്തി പദത്തിലേക്ക് ഈശോ ഇതാ ജെറുസലേം പ്രവേശനത്തോടെ പ്രവേശിക്കുകയാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. നമ്മൾ ഇന്ന് കേട്ടു, അച്ഛൻ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷത്തില് ധനികനായ ചെറുപ്പക്കാരന്റെ ഉപമ. അതില് പത്രോസ് ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഭവനവും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഇങ്ങനെ ഇവരുടെ പ്രതീക്ഷകൾ ഈ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ആശ്രയിച്ചു പോയി. അവര് നിത്യജീവനെ കുറിച്ചോ മറ്റു പീഡനങ്ങളെ കുറിച്ചോ ഒന്നും അവർക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇവര് പ്രതീക്ഷകളുടെ ഒരു ചീട്ടുകൊട്ടാരം പടുത്തുയർത്തി. ഈശോ ജെറുസലേമിലേക്ക് വരുന്നു. അടുത്തതായി അവിടുന്ന് രാജാവാകും. അങ്ങനെ രാജാവായി കഴിയുമ്പോൾ അവിടുത്തെ കൂടെ നടന്നവരായ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനവും മറ്റ് പ്രഭു സ്ഥാനങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ ഒന്ന് വിലസി നടക്കാം. ഇങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നിരിക്കാം നമ്മുടെ ഈ ശിഷ്യന്മാർക്ക് ഈശോയോട് കൂടെ നടന്നപ്പോൾ. നമ്മളും സഹോദരങ്ങളെ ഇതുപോലെ പല അവസ്ഥകളിൽ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കാം പ്രാർത്ഥനാ കൂട്ടായ്മകളിലും മറ്റ് ഭക്തി പ്രസ്ഥാനങ്ങളിലുമൊക്കെ വന്നെത്തുന്നത്. ഒരു ജോലി കിട്ടണം, മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം നടക്കണം, എന്റെ രോഗം മാറണം, എന്റെ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഒന്ന് നീങ്ങണം, കുറച്ചുകൂടിയൊക്കെ ഒരു നല്ല ഒരു സെറ്റപ്പിൽ ജീവിക്കണം, വീട് വേണം, കാറ് വേണം, സ്ഥലം വിൽപ്പന നടക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ ശിഷ്യന്മാരും ഇതൊക്കെ തന്നെ ആയിരുന്നിരിക്കാം ചിന്തിച്ചതും ആഗ്രഹിച്ചതും. പക്ഷെ ഇവരുടെ ചിന്തകൾക്ക് വിപരീതമായി ഇവരുടെ നേതാവായി മുമ്പിൽ നിന്നിരുന്നവൻ, എല്ലാം തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നവൻ, ഇതാ കേവലം
കുറെ പട്ടാളക്കാരുടെ മുമ്പില് പിടിക്കപ്പെടുമ്പോൾ ഒരു ഭീരുവിനെ പോലെ അവർക്ക് അടിപ്പെട്ടു കൊടുക്കുന്ന ഒരു അവസ്ഥ, അവർക്ക് ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കേ, നമ്മുടെ നേതാക്കന്മാര് അവര് മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുമ്പോൾ നമുക്ക് എന്തൊരു ധൈര്യമാ, ചങ്കൂറ്റമാ. നമുക്ക് കാണാം, ഗത്സമേൻ തോട്ടത്തിൽ ഈശോയെ പിടിക്കുവാനായി ഈ ശത്രുക്കൾ വന്നപ്പോൾ പത്രോസ്ലീഹ വാളെടുത്ത് ആഞ്ഞു വെട്ടുന്നു. അപ്പോൾ പത്രോസിന് കിട്ടുന്ന മറുപടി ഇതാണ്: പത്രോസെ, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അപ്പോൾ പത്രോസിന്റെ ആ ധൈര്യത്തെ പോലും ഈശോ കെടുത്തിക്കളയുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒന്നുമില്ലാത്തവനായി തങ്ങളുടെ നേതാവ് മാറുമ്പോൾ അവിടുന്ന് ഇതാ കുരിശില് 3 ആണികളാല് കള്ളന്മാരുടെ നടുവില് ഏറ്റവും അപമാനിതനായി പിടഞ്ഞു മരിക്കുന്നു. വീണ്ടും അവിടുന്ന് നമുക്ക് കാണാം, അവര് ഈശോയെ കൊണ്ടുപോയി കല്ലറയിൽ സംസ്കരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞെന്നാല് നമുക്ക് അവരെ കുറിച്ചുള്ള ചിന്തകളും ഒരു ആശ്വാസവും ഒരു സാമീപ്യവും ഒക്കെ, അല്ലെങ്കിൽ ഒരു സുഖം, അല്ലെ അവരെ കുറിച്ചുള്ള ഒരു മധുര ഓർമ്മകളൊക്കെ നമുക്ക് അയവിറക്കാൻ സാധിക്കുക അവരുടെ കുഴിമാടത്തിങ്കിൽ നിന്ന് പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് സംഭവിക്കുന്നത് നോക്കൂ. അവരുടെ കുഴിമാട് ഈശോയുടെ കുഴിമാടത്തിൽ ചെല്ലുമ്പോൾ അവിടെയും ശൂന്യമായിരിക്കുന്നു. ഒരു എന്താ പറയണേ, ശവം പോലും അവിടെ ഇല്ല. അങ്ങനെ ആകെ നിരാശരായി ഇവരുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് ഈ സുവിശേഷത്തിന്റെ മുൻഭാഗങ്ങളിൽ കാണാൻ കഴിയും, ഈശോ 2 പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്കതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. നമ്മളെ പോലെ തന്നെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കും യോഗങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതത്ര പോരാ. അതുപോലെ കാത്തിരിക്കുവാൻ, കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ലൂക്കായുടെ സുവിശേഷത്തില് ഈശോ ഒരു വിധവയുടെയും ന്യായാധിപന്റെയും കഥ പറയുന്നുണ്ട്. അവള് പോയി ന്യായാധിപന്റെ അടുത്ത് ചെന്ന് എന്നും തനിക്ക് നീതി നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ന്യായാധിപനാകട്ടെ ദൈവത്തെ ബഹുമാനിക്കുകയോ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെയോ മാനിക്കുകയോ ചെയ്യാത്ത നീതിരഹിതനായ ഒരു ന്യായാധിപനാണ്. എങ്കിലും ഇവള് നിരന്തരം അവനെ ശല്യപ്പെടുത്തുമ്പോൾ ന്യായാധിപൻ പറയുന്നുണ്ട്, ഇവരുടെ ശല്യം സഹിക്കവയ്യാതായിരിക്കുന്നു, ഇനി ഇവക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ നീതിരഹിതനായ ഈ ന്യായാധിപൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ തന്നെ വിളിച്ച് കരയുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? പക്ഷേ അതൊക്കെ പറഞ്ഞു വെച്ചിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ 2ാമത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടെ എന്നെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിൽ നിന്നും ഇങ്ങനെയൊക്കെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ കൈപ്പറ്റിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാതെ വരുമ്പോൾ, ചെറിയ ഇതൊക്കെ കിട്ടി, ഞാൻ വലിയ കാര്യങ്ങളാണ് ആഗ്രഹിച്ചത്, അതൊന്നും കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ മടുത്തു, ഇനി ഇങ്ങനെയൊക്കെ പോയിട്ട് കാര്യമില്ല, ഇതെല്ലാം തട്ടിപ്പാണ്, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു സെറ്റപ്പ് മാത്രമാണ്, ഇതിനപ്പുറം ഒന്നുമില്ല, ഇനി എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് ജീവിച്ചു പോകാം, ഇത്രയും കാലം ഇതിന്റെ പുറകെയൊക്കെ നടന്ന് സമയം മെനക്കെടുത്ത് ജീവിതം പാഴാക്കി എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് സ്ലീഹന്മാര് തീരുമാനിക്കുന്നു, ഇത്രയും കാലമൊക്കെ പോയി മീൻ പിടിച്ച് നടന്നിരുന്നതാ, മനുഷ്യരെ പിടിക്കാന്നും പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്, എന്നിട്ട് ഇപ്പൊ എന്താ വിളിച്ചോണ്ട് വന്നവനുമില്ല, ഒന്നുമില്ല. ഇങ്ങനെയൊരു അവസ്ഥയിൽ നമ്മുടെ ശിഷ്യന്മാര് തീരുമാനിക്കുന്നു മീൻ പിടിക്കാൻ പോകാം. അവര് പുറപ്പെട്ടു. നേതാവ് പറഞ്ഞു പോയിക്കളയാം. അപ്പോൾ കൂടെയുള്ള കൂട്ടാളികളും പറഞ്ഞു ഞങ്ങളും പോരുവാ. അങ്ങനെ ഇവര് ഈശോയെ ഉപേക്ഷിച്ച് ഈശോയിൽ നിന്നും അകന്ന് ഒരു രാത്രി മുഴുവൻ അധ്വാനിക്കുന്നതായിട്ട് അവരുടെ പ്രവർത്തന മേഖലകൾ പഴയ മേഖലകളിലേക്ക് തിരിച്ചു പോകുന്നു. കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്തിരുന്നവൻ അതിലേക്ക് തിരിച്ചുപോയി, കള്ളുഷാപ്പിലേക്ക് പോയി, അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക്, പാപത്തിന്റെ പഴയ തൊഴിൽ മേഖലകളിലേക്ക് കർത്താവിനെ മറന്നുപേക്ഷിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. ഇവിടെ രാത്രിയെ പ്രതിനിധാനം ചെയ്യുന്നത് ദൈവമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ പാപാവസ്ഥകളിലേക്ക് അവർ പോയി അവരുടെ വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ അവരൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടുന്നില്ല.
അവരാകെ സങ്കടത്തിലാണ്, നിരാശയിലാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഉഷസ്സായി കർത്താവ് കടൽപ്പുറത്ത് കടൽക്കരയിൽ വന്നു നിൽക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അന്ധകാരത്തിന്റെ മേഖലകളിലൂടെ നമ്മൾ നടന്ന് നമുക്ക് ധൂർത്തപുത്രന്റെ ഉപമയിൽ കാണുവാൻ സാധിക്കും. പിതാവിന്റെ സ്നേഹവും സമ്പത്തും കാരുണ്യവും ഒക്കെ അനുഭവിച്ചിരുന്ന ധൂർത്തപുത്രൻ തന്റെ സമ്പത്തെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് യാത്ര പോകുന്നു. അവനെല്ലാം ചിലവഴിച്ച് കഴിയുമ്പോൾ, അവന്റെ എല്ലാം തീർന്നു കഴിയുമ്പോൾ, അവൻ പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ അവനിൽ സുബോധമുണ്ടാകുന്നു, അവനിൽ വെളിച്ചം ഉദയം ചെയ്യുന്നു. അവൻ തന്റെ സ്വാർത്ഥതയും താൻ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിരുന്നുവോ അതൊക്കെ അടിയറവ് വെച്ച് കഴിയുമ്പോൾ അവനിൽ പ്രകാശം ഉദയം ചെയ്യുന്നു, അവൻ സുബോധമുണ്ടാകുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നു. ഇതുപോലെ ഉഷസ്സായപ്പോൾ കർത്താവ് കടൽക്കരയിൽ വന്നു നിന്നു. നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നീ എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുമ്പോഴും നിന്നെ കാത്ത് നിന്റെ കർത്താവ് കടൽക്കരയിൽ കാത്തു നിൽക്കുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, 100 ആടുകൾ ഉണ്ടായിരുന്നപ്പോൾ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ തേടിപ്പോയ ഇടയനെ കുറിച്ച് നമുക്ക് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ധൂർത്തപുത്രന്റെ കഥയില് പിതാവിനെ അറിഞ്ഞ് സ്നേഹിച്ച്, പിതാവിനെ അറിഞ്ഞ് അനുഭവിച്ച മകൻ ഇറങ്ങിപ്പോയപ്പോൾ ആ പിതാവ് അന്വേഷിച്ചു പോകുന്നില്ല, പകരം മകന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈശോയെ അനുഭവിച്ചിട്ട്, ഈശോയുടെ സ്നേഹം അനുഭവിച്ചിട്ട് ഈശോയിൽ നിന്നും അകന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ തിരിച്ചു വരവിന് വേണ്ടി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. അവിടുന്ന് കരക്കരയിൽ കാത്തിരുന്നുകൊണ്ട് ഈ ശിഷ്യന്മാരും മടങ്ങി കരയിലേക്ക് തോണി തുഴഞ്ഞു വരുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിന്ന് വല്ലതും കിട്ടിയോ? എന്നെ മറന്ന് നിങ്ങൾ യാത്ര ചെയ്തിട്ട് അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? ഇവിടെ നമുക്ക് ഇവർ സറണ്ടർ ചെയ്യുന്ന ഒരു രംഗം കാണുവാൻ സാധിക്കും. ശിഷ്യന്മാര് പറയുന്നു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അവരേറ്റു പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല, ഞങ്ങൾ വെറും വട്ടപൂജ്യമായിരിക്കുന്നു. അപ്പോൾ ഈശോ അവരോട് പറയുന്നു, നിങ്ങൾ തോണിയുടെ വലതുവശത്ത് വലയിറക്കുക. കർത്താവ് പറഞ്ഞതുപോലെ അവര് വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കിയപ്പോൾ അവരുടെ വല നിറച്ചും അത്ഭുതകരമായ രീതിയിൽ മത്സ്യം കൊണ്ട് നിറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിൽ അകലമല്ല. 200 മുഴം എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമല്ല, കടൽ തീരത്ത് തന്നെയാണത്. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ കർത്താവ് പറഞ്ഞപ്പോൾ അത് അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്താൻ പോകുകയാണ്. അവിടുന്ന് അനുഗ്രഹിക്കും. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, അവിടുന്ന് എന്താണ് പറയുന്നതെന്ന് നമ്മൾ കേൾക്കണം. അവിടുന്ന് പറയുന്നത് അനുസരിക്കുമ്പോൾ ലോകബുദ്ധിയാൽ അത് മണ്ടത്തരമായി തോന്നാമെങ്കിലും നമുക്ക് അത് അനുസരിക്കുമ്പോൾ അതിൻ്റെ വലിയ അത്ഭുതകരമായ ഫലം അനുഭവിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഇവരുടെ അത്ഭുതകരമായ മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും, യോഹന്നാൻ ശ്ലീഹ, ഈശോ സ്നേഹിച്ച് യോഹന്നാൻ ശ്ലീഹ പത്രോസിനോട് പറയുന്നു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് താൻ നഗ്നനായിരുന്നതിനാൽ പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടുന്നു. അവൻ നഗ്നനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, തന്റെ പാവാവസ്ഥയെക്കുറിച്ച്, തന്റെ ബലഹീനതയെക്കുറിച്ച് പത്രോസ് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ വന്നപ്പെട്ടപ്പോൾ പത്രോസിന് തന്റെ കുറവുകളെ കുറിച്ച് തിരിച്ചറിയുവാൻ സാധിച്ചു. താൻ ഇത്രയും നാൾ എന്തൊക്കെയോ ആയിരുന്നുവെന്ന് ചിന്തിച്ചിരുന്നവന് പെട്ടെന്ന് അവന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം തിരിച്ചു വന്നു. അവൻ പുറകുപ്പായം എടുത്തു. അവൻ തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും കുറവുകളും പാപാവസ്ഥകളും ഉണ്ടാകുമ്പോൾ നമ്മൾ മടിച്ചു നിൽക്കാതെ സഭയിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കുംഭാസരക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവിടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. വിശുദ്ധിയുടെ പുറംകുപ്പായം എടുത്തണിയണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ആദവും അവയും പാപമൊക്കെ ചെയ്ത് അവരാകെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഉലാത്തുവാൻ വന്നു.
തമ്പുരാന്റെ കാലച്ച് കേട്ടപ്പോൾ സ്ത്രീയും പുരുഷനും അവന്റെ ഭാര്യയും ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ആദിമാതാപിതാക്കള് ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ, ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവിച്ചപ്പോൾ അവര് ഓടി ഒളിച്ചു. അവര് മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ കർത്താവ് വിളിച്ചു, ആദം നീ എവിടെയാ? അപ്പോൾ ആദം പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുക, എനിക്ക് നിന്റെ മുമ്പിൽ വരാനും നാണമാകുവാന്ന്. അപ്പൊ ഈ കർത്താവ് ചോദിച്ചു, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നീ ഭക്ഷിച്ചോ? തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ ബന്ധനത്തിലായി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മുമ്പിലേക്ക് കടന്നു വരുവാന് അവർക്ക് സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പാവാവസ്ഥകൾ ഉണ്ടാകും. നമ്മളും പാപത്തിന്റെ മേഖലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അനുദിന ജീവിതത്തില്. അപ്പോൾ ഇങ്ങനെ പാപത്തിന്റെ മേഖലകളിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് തിരിച്ചറിയണം, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ ഒരു അവസരമുണ്ട്. കുമ്പസാര കൂട്ടില്, വൈദികന്റെ മുമ്പില്, ഈശോയുടെ മുമ്പില് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയുടെ പുറംകുപ്പായം എടുത്തു ധരിക്കാം. അപ്പോൾ നമുക്ക് കർത്താവിന്റെ മുമ്പിലേക്ക് ധൈര്യസമേതം എടുത്തു ചാടി ചെല്ലുവാൻ സാധിക്കും. ഇങ്ങനെ കർത്താവിന്റെ മുമ്പിലേക്ക് എത്തുന്ന ശിഷ്യന്മാര് കാണുന്നത് കരയിൽ തീ കൂട്ടിയിരിക്കുന്നു, അവിടെ മീൻ വെച്ചിരിക്കുന്നു, അപ്പവും ഒരുക്കി വെച്ചിരിക്കുന്നു. ഇത് വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നുമല്ല. തീ കൂട്ടി തീയില് മീൻ വെച്ചിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടുകളില് മീന് ഈശോയുടെ പ്രതീകമായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ ഈശോ തന്നിൽ നിന്നും അകന്നു പോയ മക്കൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു, ബലിയായി അർപ്പിച്ചിരിക്കുന്നു. ഈശോ ബലിയായി അപ്പവും ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നു, മക്കളെ, നിങ്ങൾ ഇന്ന് അധ്വാനിച്ച് കിട്ടിയത് ഞാൻ പറഞ്ഞിട്ട് ഈശോയോട് ചേർന്ന് അധ്വാനിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ മീനിൽ നിന്നും കുറച്ച് കൊണ്ടുവരിക, നമുക്ക് ബലി അർപ്പിക്കാം. അങ്ങനെ ശിഷ്യന്മാര് പത്രോസ് വള്ളത്തിൽ കയറി മീനൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് കിട്ടിയ മീനിൽ നിന്നും ഒരു ഷെയർ കൊണ്ടുവന്ന് ഇവര് ബലി അർപ്പിക്കുന്നു. ഈശോ അവർക്ക് അപ്പവും മീനും പങ്കിട്ട് കൊടുക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ബലി അർപ്പിക്കുവാനായി പോകുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ പങ്ക് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദശാംശമായിട്ട് നമ്മുടെ രോഗങ്ങളാണെങ്കിൽ രോഗങ്ങള്, വേദനകളാണെങ്കിൽ വേദനകള്, എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിച്ചിട്ട് നമുക്ക് എന്താണോ ലഭിച്ചത് അതിൽ നിന്നും ഒരു കുറച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് തമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് വിശുദ്ധമായി തീരും, വിശുദ്ധീകരിക്കപ്പെടും. സമ്പത്താണെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടും, രോഗങ്ങളാണെങ്കിൽ അതും കർത്താവ് വിശുദ്ധീകരിച്ച് നമുക്ക് സൗഖ്യം നൽകും. അങ്ങനെ നമ്മൾ വിശുദ്ധ ബലിക്കായിട്ട് അണയുമ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ ബലി അർപ്പിക്കുവാനായി നമ്മൾ ചെല്ലണം. നമ്മുടെ എന്താണോ നമ്മൾ സമ്പാദിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഒരു വീതം കർത്താവിന് കാഴ്ചവെക്കണം. അങ്ങനെ കർത്താവ് അവർക്ക് ആ അപ്പവും മീനും നൽകിക്കൊണ്ട് അവരെ സംതൃപ്തരാക്കുന്നു. അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും, അവരാരും ഒന്നും ചോദിക്കുന്നില്ല. കർത്താവേ, നീ ആരാണ് എന്ന് അവരാരും ചോദിക്കുന്നില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് കാണാം, യോഹന്നാൻ ശ്ലീഹ ആ അധ്യായത്തിന്റെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് 3-ാം തവണയാണ് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ. നമുക്കറിയാം, കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ സെബസ്ത്യാനോസ് ഉണ്ണിയുടെ കോഴിപ്പെരുന്നാളായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു, ചേട്ടന്മാര് ലേലം വിളിക്കുന്നുണ്ട്. ഒരു കോഴിയൊന്ന് 200 രൂപ, കോഴിയൊന്ന് 200 രൂപ, കോഴിയൊന്ന് 200 രൂപ ഒരു തരം, കോഴിയൊന്ന് അപ്പോൾ ഒരു ചേട്ടൻ കയറി വിളിച്ചു 250 കോഴിയൊന്ന് 250 രൂപ ഒരു തരം. വീണ്ടും വേറൊരാൾ വിളിക്കുന്നു, അങ്ങനെ കോഴിയൊന്ന് 1 തരം, 2 തരം, 3 തരം. അങ്ങനെ ആ കച്ചവടം അവിടെ 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഉദിതനായ ഈശോ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ആദ്യം തോമാസ് ലീഹ ഇല്ലാത്ത ഒരു അവസരത്തില് ഈശോ പ്രത്യക്ഷപ്പെടുന്നു. കഥ കടച്ചിരിക്കുകയായിരുന്നു. ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാര് അവനെ സംശയിച്ചു. അങ്ങനെ ഒരു അസ്വസ്ഥത അവർക്കുണ്ടായി, ഇത് പ്രേതമാണോ എന്നൊക്കെ. അപ്പോൾ 2-ാം പ്രാവശ്യം വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം തോമസും അവരോടുകൂടി ഉണ്ടായിരിക്കുമ്പോൾ ഈശോ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഈശോ തോമാസ് ലീഹായോട് പറയുന്നു, നീ ഇങ്ങോട്ട് വാ, എന്നെ കാണ്, എന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണ്, എന്റെ വിലാപ്പുറത്ത് നിന്റെ കൈ വെക്ക്, എന്നിട്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക.
നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നിട്ടും നമ്മുടെ ശിഷ്യന്മാർക്ക് ഈശോയിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നില്ല. അവര് വീണ്ടും സംശയാലുക്കളായി. അങ്ങനെ 3-ാം പ്രാവശ്യമാണ് ഈശോ ഈ ഗലീലി കടൽ തീരത്ത് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ ഉയർപ്പ് ഈശോ അവർക്ക് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ നേതാവാണ്, നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും, ഞാൻ നൽകിയ വാഗ്ദാനങ്ങൾക്കും മാറ്റമില്ല. നിങ്ങൾ എൻ്റെ പാതയിൽ ചരിച്ചാല്, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്ന് ജീവിച്ചാല്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വയലുകളും ഭാര്യമാരും മക്കളും സഹോദരിമാരും പീഡനങ്ങളും വരാനിരിക്കുന്ന നിത്യജീവനും പിതാവിന്റെ ഭവനത്തില് സന്തോഷകരമായ ഒരു ജീവിതവും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ മാറ്റമില്ലാത്തവനാണ്, നിങ്ങളോട് കൂടെയായിരിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അടിയുറച്ചപ്പോഴാണ് നമ്മുടെ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ് പറയുന്നത്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു, ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ സഹോദരങ്ങളെ, അത്ര അടിയുറച്ച ഒരു വിശ്വാസത്തിലേക്ക് നമുക്കും കടന്നു വരുവാനാകും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സിഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായപ്പോൾ അവര് ശക്തരും ധീരരുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചെങ്കിൽ ഇന്ന് നമുക്കും അത് സാധ്യമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.